ടോവിനോട് ഓർമ്മയിലുള്ള ആദ്യ വിമാനയാത്ര ഓർത്തെടുക്കാവോ? ഓർമ്മയുണ്ട്. മറക്കൂല. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ. അത് ഞാനൊരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ആദ്യത്തെ വിമാനയാത്ര അതായിരുന്നു ശരിക്കും ആദ്യത്തെ വിമാനയാത്ര. അത് ആ കോഗ്നിസന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലേ? അത് 2011. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗേൾഫ്രണ്ട് വഴി എനിക്ക് ഒരു ഡയറക്ടർ ഡ്യുവോനെ കാണാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നാളെ തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ നാളെ തന്നെ വരാനായിട്ട് ചെന്നൈയിൽ നിന്ന് നമുക്ക് ട്രെയിൻ കയറി വരാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ട്രെയിനും ഉണ്ടാവില്ല. പിന്നെ എന്നാൽ തന്നെ തത്കാലം എടുത്താൽ പോലും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ പിറ്റേ ദിവസത്തെ ട്രെയിനിന് എന്തായാലും ടിക്കറ്റ് കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുലർച്ചയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. കയ്യിൽ പൈസയില്ല. നമ്മൾ കടം മേടിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കടം മേടിച്ചിട്ട് ആണ് ആദ്യമായിട്ട് എനിക്കൊന്നൊരു 3000 രൂപ കൊണ്ട് കടം മേടിച്ചിട്ടാണ് ആദ്യം. സിനിമാ മോഹത്തിനായിട്ട് അച്ഛൻ സഹായിക്കാറില്ലായിരുന്നോ? അച്ഛനോട് പൈസ ചോദിക്കാറില്ലായിരുന്നോ? അതായത് അന്ന് ഞാൻ കോഗ്നിസന്റിൽ ജോലി ചെയ്യാണ്. പക്ഷെ മാസാവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്കുള്ള 10,000 രൂപ കൂടെ അയച്ച് നമ്മുടെ അവിടുത്തെ ചിലവുകൾ കൂടെ കഴിയുമ്പോഴത്തേക്കും കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു മാസാവസാനത്തിലായതുകൊണ്ടാണ് കയ്യിൽ പൈസ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് ഞാൻ മേടിച്ച് എന്ന് വന്നത്. അപ്പോഴോട് ഞാനങ്ങനെ പൈസ ചോദിക്കാറില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ 10,000 രൂപ കൊടുക്കുമല്ലോ എല്ലാ മാസവും, അത് വെച്ച് ഞാൻ ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ എനിക്കൊരു ആഡ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ദുലേഖയുടെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ 10,000 രൂപ കിട്ടി. ഈ 10,000 രൂപ കൊണ്ട് അപ്പനോട് എടുത്തിട്ട് ഞാൻ സിനിമയൊന്നുമില്ല ആ സമയത്ത്, ഒരു 5-8 മാസത്തോളം ഞാൻ അന്ന് 10,000 ഒരു 2,000 രൂപ എന്നും പറഞ്ഞിട്ട് ഞാൻ 5-8 മാസത്തോളം സ്ഥിരമായിട്ട് പൈസ മേടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അപ്പൻ്റെ നിന്ന് മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ നുണയായപ്പോവും. പക്ഷെ ആ ദുരഭിമാനം കീപ്പ് ചെയ്തുകൊണ്ട് ആണ് ഞാൻ ആ പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ വിമാനയാത്ര. ആദ്യത്തെ ബിസിനസ് ക്ലാസ് യാത്രയോ? ആദ്യത്തെ ബിസിനസ് ക്ലാസ് യാത്ര അത് നമ്മൾ മറക്കാത്തായിരിക്കും. ഞാൻ മറക്കില്ലോ. അത് ആദ്യത്തെ ബിസിനസ് ക്ലാസ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് ഒരു 2015 അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഒരു റെനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ നമ്മളൊരു ഉദ്ഘാടനം പോലത്തെ ഒരു പരിപാടിക്കൊക്കെ വിളിച്ചിട്ട് ആദ്യമായിട്ട് പോകുമ്പോൾ ദുബായിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അന്ന് ബിസിനസ് ക്ലാസ് എന്താണെന്ന് പോലും നമ്മൾ ഫോട്ടോ പോലും കണ്ടിട്ടില്ലാത്തൊരു സമയത്താണെന്ന് ആലോചിക്കണം. അതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവൻ ബുക്ക് ചെയ്തതെന്ന് ബിസിനസ് ക്ലാസ് ഒന്നുമില്ലായിരുന്നു, എക്കോണമി ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ചെക്കിംഗ് കൗണ്ടറിൽ ചെന്നപ്പോൾ ഇത് 2015 ആയപ്പോഴത്തേക്കും ഒരു 2015 തുടക്കം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പോപ്പുലറായി വന്നു. അറിയാം. അപ്പോൾ അവിടെ കൗണ്ടറിലിരുന്ന ആൾക്ക് പാവമല്ലേ, സിനിമാതാരനല്ലേ, ഞാൻ ആദ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടൊന്നായിരിക്കില്ല, എക്കോണമി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്രീ അപ്ഗ്രേഡ് കൊടുക്കണം. അങ്ങനെ ഒരു അപ്ഗ്രേഡ് കിട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ്സിൽ പോകുന്നത്. അതിൽ വെട്ടത്തിൽ ചെവിയിൽ പഞ്ഞി വെക്കണോ മൂക്കിൽ വെക്കണോ പഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഞാൻ, പക്ഷെ പരമാവധി ഞാൻ അനങ്ങാതിരുന്നു, മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ. നല്ല സുഖമുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴും എനിക്ക് അപ്ഗ്രേഡ് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതൊരു നല്ല തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അടുത്ത് പോകുന്നത് എക്കണോമിയിലാണ്. പക്ഷെ പോയത് അമേരിക്കയ്ക്കാണ്. മൺസൂൺ മാംഗോസ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അതൊരു 10-22 മണിക്കൂർ. അത് ഗ്രൂപ്പ് ഉണ്ടാവും. ഞാനുണ്ടായിരുന്നു, സഞ്ജു ശിവറാം, വിനയ് ഫോർട്ട്, അലൻസിയർ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, നവീൻ ഭാസ്കർ റൈറ്റർ, അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരോട് പോയ കാരണം കൊണ്ട് കുഴപ്പമില്ല. എനിക്ക് അപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അപ്പുറത്തിരുന്നൊരു സായിപ്പ് എൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കും. എന്നിട്ടെന്താ ഇതിൽ എന്നിട്ടെന്താ ഈ ഫ്ലൈറ്റിൽ പ്രൈവറ്റ് ജെറ്റ് ഇല്ലേ? ഇല്ല, നിങ്ങൾ വിചാരിക്കുന്ന അത്ര സെറ്റപ്പുള്ള ഒരു ആക്ടർ അല്ല ഞാൻ. നമ്മളൊരു മലയാളം ആക്ടറാണ്. പക്ഷെ ഇപ്പൊ മലയാളം ആക്ടർ എന്നുള്ള രീതിയിൽ മാറി ഇപ്പൊ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ പള്ളിച്ചട്ടമ്പി എത്ര ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. അത് നമ്മള് അതിലുള്ള തമാശ എന്താ വെച്ചാൽ നമ്മൾ 5, 10, 100 ഭാഷകൾ ഇറക്കിയാലും പറയാലോ. അതൊക്കെ ഇറക്കിയാലും അതൊരു ഡബ്ബിംഗ് പടം മാത്രമാണ്. അൺടിൽ ആൻഡ് അൺലെസ് ആൾക്കാരത് സ്വീകരിക്കുന്നത് വരെ. ആൾക്കാർ സ്വീകരിച്ചാലേ അത് പാൻ ഇന്ത്യനൊക്കെ ആവുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് തെലുങ്കിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് കണ്ടിരിക്കുന്നുണ്ട്. അവര് മലയാളിയല്ലേ, ഒരു തെലുഗു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇന്നലെയും ഇവിടെ ബാംഗ്ലൂരായിരുന്നു, കന്നഡയും മനസ്സിലാവുന്നുണ്ട്. കുറേ വാക്കുകൾ നമുക്ക് മലയാളത്തിൽ നിന്ന് നമുക്ക് പരിചിതമായിട്ടുള്ള കുറേ വാക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു കോണ്ടെക്സ്റ്റും അവരുടെ മോഡുലേഷനൊക്കെ വെച്ച് നമ്മളിത് പിടിക്കുമല്ലോ.